എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ മാർക്കറ്റ് ക്ലോസിംഗ് റേഞ്ചിൽ തന്നെ ഓപ്പണായി കുറച്ച് ഡൗൺ പോയി. അതിനുശേഷം ഫുൾ സൈഡ് വേസ് മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ. നല്ല രീതിയിൽ അപ്പിലും പോകുന്നില്ല, ഡൗണിലും പോകുന്നില്ല. അപ്പം ഫുൾ ടൈം സൈഡ് വേസ് മൂവ്മെൻ്റാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വ്യാഴാഴ്ച ഈ 24,800 റേഞ്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ റേഞ്ചിൽ നിന്ന് ഒരു നല്ല സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്കൊന്ന് ഒരു അരമണിക്കൂർ അങ്ങാണ്ട് ഗ്രൂപ്പിൽ പറഞ്ഞതിന് ശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു 300 പോയിൻറ്റിൻ്റെ ഒറ്റയടിക്ക് താഴെ വന്നു മാർക്കറ്റ്. ഇനിയും ഇപ്പോഴത്തെ കണ്ടീഷന് ഈ റേഞ്ചിൽ വീണ്ടും സെല്ലിങ് ആണ്. ഈ റേഞ്ചിൽ പെട്ടെന്ന് കയറി വന്നാൽ വീണ്ടും സെല്ലിങ് വരും. പക്ഷെങ്കിൽ മാർക്കറ്റിൽ ഒരു 3-4 ദിവസം സൈഡ് വേസ് മൂവ്മെൻറ്റ്, ഇതുപോലത്തെ മൂവ്മെൻറ്റ്, അധികം അപ്പിലും ഡൗണിലും അല്ലാത്ത രീതിയിൽ മൂവ്മെൻറ്റ് കാണിച്ചാൽ വീണ്ടും പുതിയ ഹൈ അടിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 25,200 റേഞ്ചിലോട്ട് മാർക്കറ്റ് കയറിപ്പോകാം. പക്ഷെങ്കിൽ ഒരു ദിവസം കൊണ്ടല്ല, ഇപ്പോൾ ഇന്ന് ഇതുപോലെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് വന്ന് നാളെ ഒരു 200 പോയിൻറ്റ് കയറിയെങ്കിൽ ഉറപ്പായിട്ടും സെല്ലിങ് വരും അവിടെ. അതല്ല, ഇവിടെ 2-3 ദിവസം ഇങ്ങനെ പതുക്കെ ഈ സൈഡ് വേസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് അധികം കിട്ടാത്ത ഇപ്പോഴത്തെ കണ്ടീഷൻ നിഫ്റ്റിയുടെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഒരു 50 പോയിൻറ്റ് പ്ലസ് 50 പോയിൻറ്റ് മൈനസ്, അതെല്ലാം സൈഡ് വേസ് മൂവ്മെൻറ്റാണ്. അതിൽ കൂടുതൽ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഓപ്ഷൻസ് ബൈ ചെയ്യുന്നവർക്കെല്ലാം പണി കിട്ടും. അതിനകത്ത് അവരുടെ പ്രീമിയം മെൽറ്റായി പോവുകയും ചെയ്യും. സെല്ലേഴ്സിന് നല്ല ചാൻസുമാണ്. അപ്പോൾ 2-3 ദിവസം പിന്നെ മാർക്കറ്റിൽ ഇതുപോലൊരു മൂവ്മെൻറ്റ് വന്നിട്ട് പിന്നെ ചെറിയ രീതിയിൽ കയറാൻ തുടങ്ങിയാൽ 25,000 25,200 റേഞ്ചിലോട്ടൊക്കെ പോകാം. അതല്ല, ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്നൊരു മൂവ്മെൻറ്റിൽ ഒരു 24,900 25,000 കയറി വന്നാൽ ഒറ്റ ദിവസമുണ്ട്, അടുത്ത ആഴ്ച 1-2 ദിവസത്തിനുള്ളിൽ അങ്ങനെ കയറി വന്നാൽ അവിടുന്ന് വീണ്ടും ഹെവി സെല്ലിങ് മാർക്കറ്റിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ FISൻ്റെ സെല്ലിങ്ങും കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു ബൈയിങ് ഉണ്ട്, ചെറിയ ബൈയിങ്ങും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ സൈഡ് വേസ് മൂവ്മെൻറ്റ് വന്നിട്ട് ഒരു പ്രാവശ്യം 25,000 മുകളിൽ കയറാനൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഒരു വ്യൂ മാത്രമാണ്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വ്യൂ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു വ്യൂ പറഞ്ഞതേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ഹൈയുടെ ഏകദേശം അടുത്ത് വരെ പോയിട്ട് പിന്നെ ഒരു ഹെവി മൂവ്മെൻറ്റ് താഴോട്ട് തന്നു. പക്ഷേ അതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് തന്നതിന് ശേഷം പിന്നീട് ഫുൾ സൈഡ് വേസ് മൂവ്മെൻറ്റാണ്. അപ്പം നിഫ്റ്റി എപ്പോഴും നിഫ്റ്റിയുടെ അതേ പാറ്റേണിലായിരിക്കും ബാങ്ക് നിഫ്റ്റി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചാർട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഒരു 100 ദിവസത്തെ ട്രേഡിംഗ് എടുത്ത ഒരു 4-5 ട്രേഡിങ്ങിലായിരിക്കും നിഫ്റ്റി പ്ലസിലും അല്ലെ ബാങ്ക് നിഫ്റ്റി മൈനസിലും അങ്ങനെയൊക്കെ പോകുന്നത്. എന്നാലും ചാർട്ട് നോക്കി ഏകദേശം ഒരേ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പം ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻറ്റ് വന്നാൽ വീണ്ടും തിരിച്ച് കുറച്ചുകൂടെ ഹൈയിൽ പോകാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയർസിനകത്ത് ഷെയറുകൾ ഇതാണ്. ഇതിനകത്ത് ഗ്രാനുൾസ്, കാസ്ട്രോൾ ഇൻഡസ്ട്രീസ്, എപ്പിൻ കേബിൾ, ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഷെയർസിനകത്തും നമുക്ക് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന രീതി, സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ CPRൻ്റെ ലെവലുകൾ വെച്ചിട്ട് നമ്മൾ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന രീതികൾ കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ അത് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ചെറിയ ട്രേഡിങ് തുടങ്ങി ഒരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നല്ല രീതിയിൽ നോർമൽ രീതിയിൽ ട്രേഡിങ് എടുക്കാവൂ. ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മളൊന്ന് പഠിച്ച് സെറ്റായിട്ട് വേണം അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനോ ട്രേഡിങ് ചെയ്യാനോ ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ നല്ല രീതിയിൽ ട്രേഡിങ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയോ അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ചോദിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ മറുപടി പറഞ്ഞു തരും. അത് ചിലപ്പോൾ താമസിക്കുന്നേ കാണാൻ താമസിച്ച് പോയെങ്കിലോ ടൈം ബിസി ആയി പോയെങ്കിലോ ഒക്കെ ഉള്ള ഒരു ഡിലേ വരുമെന്നേ ഉള്ളൂ. എന്തായാലും മെസ്സേജ് കണ്ടാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തന്നിരിക്കും. ഓക്കെ,
നമുക്കപ്പോൾ ഈ ഷെയർസിനകത്ത് നമുക്ക് ചാൻസ് വന്ന ഒരു 3-4 ഷെയറിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് തിങ്കളാഴ്ചത്തെ ഷെയർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസം തന്നിരുന്ന ഏറ്റവും നല്ല മൂവ്മെൻറ്റ് വന്ന ഷെയർ മൻബ എന്ന് പറയുന്ന ഷെയറാണ്. മൻബ ഫൈനാൻസ്. ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ്, പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ഓപ്പണായി അത് കട്ട് ചെയ്ത് മുകളിൽ പോയി. R1 പോയില്ല. ഇതാണ് R1 പോയില്ല. അത് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഈ 94.87 അല്ല 95 റേഞ്ചിലോട്ട് നമ്മളൊരു എൻട്രി എടുത്താൽ നമ്മുടെ എൻട്രി സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 200 രൂപ. ഈ ഹൈയുടെ മുകളിലോട്ട് കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ ഹൈയുടെ മുകളിൽ വെച്ച്, പക്ഷേ തിരിച്ച് നേരെ കയറി ഹൈയുടെ അടുത്ത് വരെ വന്നു. പിന്നെ നേരെ കുത്തിനെ താഴോട്ട് ഇറങ്ങിപ്പോയി. നമ്മൾ 194 സംതിങ് ഒരു എൻട്രി എടുത്തെങ്കിൽ നമുക്ക് പിന്നെ അത് വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ടാണ്. നമ്മൾ സെല്ല് ചെയ്തു. 10 മിനിറ്റിൽ തന്നെ 185 വന്നു. അതായത് ഏകദേശം 9 രൂപ, 83, 82, 81, ഏകദേശം 13 രൂപ 14 രൂപ പ്രോഫിറ്റ് ആ ഷെയർസിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ അടുത്ത ഷെയർ BSE എന്ന് പറയുന്ന ഷെയർ. BSEക്കകത്ത് ഓപ്പണിങ് നമുക്ക് ചാൻസ് ഇല്ല. നേരെ വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പിലോട്ട് തന്നെയായിരുന്നു. നമുക്ക് ഏകദേശം 1 മണിക്കാണ് ഇവിടെ ഒരു ചാൻസ് വരുന്നത്. 1 മണിക്ക് R1 മുകളിൽ തന്നെ ഇവിടെ R1 മുകളിൽ പോയി R2 പോകുന്നില്ല. R1 താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുക. 5431 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് ഒരു 30 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. വലിയ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ആകുമ്പോഴത്തേനും ഒരു 50 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് തന്നേ ഉള്ളൂ. പിന്നെ അടുത്തത് ലിഖിത എന്ന് പറയുന്ന ഷെയർ. ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേയുടെ അടുത്ത് ഓപ്പണായി നേരെ പോയി R1 അടിച്ചിട്ട് തിരിച്ചിറങ്ങി. നമ്മൾ 480 ഒരു എൻട്രി എടുത്താൽ നമുക്ക് ഒരു 394 ശേഷം 394 വരെ വരുന്നുണ്ട്. ഏകദേശം ഒരു 7 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയ്സ് എന്ന് പറയുന്ന ഷെയർ നല്ല സൂപ്പർ മൂവ്മെൻ്റാണ് ഈ ഷെയറിനകത്ത് വന്നത്. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ഓപ്പണായി പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു. നേരെ പോയി R1 ടച്ച് ചെയ്തു ഇറങ്ങി. നമ്മൾ ഈ ഒരു റേഞ്ച് 1555 ഒരു 55-54 ഒരു എൻട്രി എടുത്താൽ നമുക്കൊരു 3 ക്യാൻഡിൽ, അതായത് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് 40, 43, 44 രൂപ പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും തിരിച്ചു വന്ന് ഹൈ അടിക്കുമ്പോൾ നമ്മളെന്തോ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിലോട്ട് ഈ ഷെയർ പോകുമ്പോൾ നോക്കണം. അടുത്ത ലെവൽ ഇതിൻ്റെ ഇവിടെയാണ്. R2 എന്ന് പറയുന്നത് 540 പോയില്ല. നേരെ വീണ്ടും തിരിച്ച് ഇറങ്ങി. വീണ്ടും തിരിച്ചിറങ്ങുമ്പോൾ നമ്മളിവിടെ വീണ്ടും എൻട്രി കൊടുക്കുക. 55 വീണ്ടും എൻട്രി കൊടുത്താൽ വൺ സൈഡ് മൂവ്മെൻ്റ് താഴോട്ട് 1410 വരെ വീണ്ടും വന്നു. വീണ്ടും പഴയ ലോയുടെ അടുത്ത് വന്ന് 2 പ്രാവശ്യം അതിനകത്ത് എത്ര രൂപ പ്രോഫിറ്റ് കാണിക്കുന്നത്? 43-45 രൂപ 2 പ്രാവശ്യം കാണിക്കും. നമുക്ക് 43-45 രൂപ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നമുക്ക് ഈ സൈഡിനകത്ത് ഈ ഒറ്റ ക്യാൻഡിൽ 2 ക്യാൻഡിൽ തന്നെ ഒരു 15-20 രൂപയുടെ പ്രോഫിറ്റ് ഇവിടെ എടുക്കാൻ പറ്റും, ഇവിടെ എടുക്കാൻ പറ്റും. 10 മിനിറ്റ് എന്തായാലും ഒരു ഷെയറിനകത്ത് ഈ സൈഡ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിന് ശേഷം ഗ്രാനുൾസ് എന്ന് പറയുന്ന ഷെയർ. ഗ്രാനുൾസ് വെച്ചാൽ സ്ട്രോങ് ആണ്, പക്ഷേ എങ്കിൽ അതൊരു എന്തായാലും പറയുന്ന ഒരു ഹൈ തന്നെ ഇവിടെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി 74-50 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 68 വരെ കിട്ടുന്നുണ്ട്. വീണ്ടും അതിന് മുകളിൽ പോയി വീണ്ടും 74 എൻട്രി കിട്ടുന്നു. വീണ്ടും 68, 2 പ്രാവശ്യം 6 രൂപ വെച്ച് കിട്ടുന്നു. ഇത് 3-ാം പ്രാവശ്യം വീണ്ടും കിട്ടുന്നു 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. ഒരു 3 പ്രാവശ്യം നല്ല രീതിയിൽ എൻട്രി. ഈ ലാസ്റ്റിലത്തെ എൻട്രി നമുക്ക് അവോയ്ഡ് ചെയ്യാം, കാരണം 3 മണി കഴിഞ്ഞാൽ പിന്നെ അധികം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കി ഷെയർസിനകത്തെല്ലാം നമ്മൾ ചാൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കി ചെയ്യുന്നവർക്ക്. ഇപ്പോൾ ആൾക്കാർക്കാണെങ്കിൽ ഒരു ഡൗട്ടുണ്ട്, എങ്ങനെയാണ് നമ്മളൊരു 10 ഷെയർ എടുത്തതിന് ശേഷം അതിനകത്ത് എല്ലാ ഷെയറും എങ്ങനെ നോക്കാൻ പറ്റും? നമുക്കതിനകത്ത് സിമ്പിളായിട്ടുള്ള കാര്യം, നമ്മൾ സോഫ്റ്റ്വെയറിൽ അത് ആഡ് ചെയ്തിടുക. ആഡ് ചെയ്തതിന് ശേഷം ഇപ്പം സോഫ്റ്റ്വെയറിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതുപോലെ പെർസെൻറ്റേജ് വൈസ് ഇങ്ങനെ കാണുമല്ലോ. നമ്മൾ പെർസെൻറ്റേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ സോർട്ട് ചെയ്യുക. ഇപ്പം
ഇത് ഡിസെൻഡിങ് ഓർഡറിലോട്ട് സോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലും ഏറ്റവും ഹൈയിൽ വന്ന ഷെയറാണ്. അപ്പം ഏറ്റവും ഹൈയിലായിട്ട് വന്ന ഷെയർസിനകത്തായിരിക്കുമല്ലോ നമുക്ക് ചാൻസ് തരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഷെയർസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ CPRൻ്റെ ഇപ്പം മെഡിക്യാം ഇങ്ങനെ ഒന്ന് കണ്ടു, പെട്ടെന്ന് നമ്മൾ ചാർട്ട് പോലും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ CPRൻ്റെ എക്സൽ ഷീറ്റ് എടുത്ത് ഇങ്ങനെ നോക്കുക, R1 ഇവിടെ നോക്കുക, R2 ഇവിടെ നോക്കുക, ജസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം നമ്മളത് മനസ്സിൽ വെച്ചിട്ട് ഷെയറിൻ്റെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുക. അത് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ചാൻസ് എടുക്കുക. ഇപ്പം ഈ ഫുൾ ഷെയർസിനെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മളിങ്ങനെ സോർട്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്ന് ഒരു 3-4 ഷെയർ വാച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി എനിക്കും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ ടോപ്പിലത്തെ ഒരു 3-4 ഷെയർ നോക്കി അതിനകത്തുനിന്ന് നമ്മൾ നല്ല 1-2 ഷെയർസിനകത്ത് ലെവൽ കട്ട് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വന്നിട്ട് മൺഡേയിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഷെയർ നോക്കാം. മൺഡേയിൽ നമ്മൾ 14 ഷെയറാണ് എടുത്തു വെച്ചേക്കുന്നത്. ഈ 14 ഷെയറിനകത്ത് നമുക്ക് ഈ ചാൻസ് തരാൻ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഈ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ AGI എന്ന് പറയുന്ന ഷെയർ, അത് 2 ദിവസമായിട്ട് മൂവ്മെൻറ്റ് വീക്കാണ്. അതുകൊണ്ടാണ് ഞാൻ മൂവ്മെൻറ്റ് വീക്കെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റിൽ എനിക്കിത് വീക്കായിട്ട് തോന്നി. അതുകൊണ്ടാണ് 1% ഉള്ളൂ എങ്കിലും ഞാൻ ഈ ഷെയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷെയർ ഓപ്പണിങ്ങിൽ ഹൈ അടിച്ചിട്ടോ അതല്ല നല്ല മൂവ്മെൻറ്റ് വന്ന് 1250 റേഞ്ചിലോട്ടൊക്കെ വന്നിട്ട് ഈ 1242 ലെവൽ കട്ട് ചെയ്താൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു ഷെയറാണ്. അതുപോലെ BSE എന്ന് പറയുന്ന ഷെയർ നാളെ, അതായത് മൺഡേയിൽ 5500 മുകളിൽ പോയതിന് ശേഷം 5500 മുകളിൽ പോയതിന് ശേഷം ഈ 5478 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങിയാൽ നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട് ഈ ഷെയറിനകത്ത്. പോളിസി ബസാറിനകത്ത് അതുപോലെ, പോളിസി ബസാറിനകത്ത് എൻ്റെ ഒരു കാൽക്കുലേഷൻ 2200 പോയിട്ട് 2190 അടിച്ച് താഴോട്ട് വരുന്ന നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ 2190 എന്നുള്ള ലെവല്. HBL പവറും ഈ ഹൈയും R1 അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല ഓപ്പണിങ്ങിൽ തന്നെ വീക്കായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഈ ആവറേജ് പ്രൈസിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ട്, അവിടെയും നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ ഇവിടെ എടുത്താലുള്ള കുഴപ്പം, നമ്മൾ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത്. 83 നമ്മൾ അടിച്ചാൽ ഒരു 6-7 രൂപ കിട്ടുവാണെങ്കിൽ അന്നേരം കവർ ചെയ്ത് മാറണം. STC ഇന്ത്യ ഹൈയും R1 ഏകദേശം അടുത്താണ്. അപ്പോൾ ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയി 2 ലെവലിൻ്റെ താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഒരു പ്രാവശ്യം എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. ബോറോ റിന്യൂ ഈ R1 R2 റേഞ്ച് എന്ന് ശ്രദ്ധിക്കുക. എനിക്കത് അത്ര മൂവ്മെൻറ്റ് കൃത്യമാകുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും R3യുടെ മുകളിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവലുകളിൽ നിന്നൊക്കെ ആണെങ്കിൽ R1 R2 റേഞ്ചിൽ നിന്നൊക്കെ ആണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. റെയിൻ ഇൻഡസ്ട്രീസ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഹെവി മൂവ്മെൻറ്റ് വരുന്ന ഷെയർ, 9% വന്നിട്ടുള്ളൂ. അപ്പം അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്നാൽ R2 റേഞ്ചിനൊക്കെ മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കുക. ഈ ലെവലിലൊക്കെ പോയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വിടണം. ഗബ്രിയേൽ ഇന്ത്യ 500 മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ സെല്ല് ചെയ്യാം. 500 അല്ല 502 ആ റേഞ്ചിലോട്ട് പോയിട്ട് 505 510 പോയിട്ട് 500 ഇറങ്ങിയെന്ന് പറഞ്ഞാലും നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. DBI എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് 200 മുകളിൽ പോയിട്ട് ഈ ലെവലിന് താഴോട്ട് ഇറങ്ങിയാൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. SOTL ഹൈയോ R1 റേഞ്ചിൽ R1 പോയിട്ട് ഓപ്പണിങ്ങിൽ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. HBL ഓപ്പണിങ്ങിൽ 610 മുകളിൽ പോയി ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ R1 കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ITI ആവറേജിന് അടുത്താണിത് ക്ലോസ് ചെയ്തേക്കുന്ന ITI. അപ്പോൾ തിങ്കളാഴ്ച ഈ ഹൈയോ R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഗോൾഡിയം R1 വന്നിട്ട് ഓപ്പണിങ്ങിൽ ഒരു R1 കിട്ടിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു. അത് ശ്രദ്ധിച്ചാൽ മതി. വെൽ എന്ന് പറഞ്ഞ ഷെയർ വണ്ടർ ഇലക്ട്രിക്സ് ആണെന്ന് തോന്നുന്നു. R1 പോയിട്ട് 170-171 പോയിട്ട് 168 കട്ട് ചെയ്താൽ നമുക്ക് ചാൻസ് എടുക്കാൻ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ മൺഡേയിലെ ഷെയർസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യുക. നമുക്ക് ചാൻസ് ഈസി ആയിട്ടൊരു
നമുക്ക് എല്ലാ ഷെയറിനകത്തും ചാൻസ് കിട്ടത്തില്ല. നമുക്കൊരു 6-7 ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടും. നമ്മൾ ആ 6-7 ഷെയർ സോർട്ട് ചെയ്ത് മുകളിൽ വരുന്ന ഷെയറിനകത്ത് നോക്കിയിട്ട് അതിനകത്ത് ചാൻസ് വരുന്ന ഷെയറിനകത്ത് എൻട്രി എടുത്ത് നമുക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് പോയെന്നിരിക്കും. പോയാലും നമുക്ക് ആ സെയിം ഷെയറിൽ തന്നെ നല്ല ചാൻസുകൾ കിട്ടും. നമ്മൾ നോക്കിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മൊബൈലിൽ ഇപ്പം നമ്മൾ ട്രേഡ് എടുക്കുക, മൊബൈലിൽ നമ്മളൊരു എൻട്രി എടുത്തു, അതിനുശേഷം പിന്നെ മൊബൈൽ ഇത് ചെയ്ത് വെച്ചു, നോക്കാതെ മൊബൈൽ ഓഫാക്കി വെച്ചിട്ട് തിരിച്ച് കുറേ കഴിഞ്ഞ് തിരിച്ച് ആ ഷെയറിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഷെയറിനകത്ത് എന്താ നടന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ഫുൾ ടൈം ട്രേഡർ ആണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനാണ് ഫുൾ ടൈം ട്രേഡറാണ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ഈ മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ആ മൂവ്മെൻറ്റ് പെട്ടെന്ന് പിടികിട്ടും. ചില സമയത്ത് തെറ്റിപ്പോകാറുണ്ട്, എന്നാലും കൂടുതലും നമുക്ക് പ്രോഫിറ്റ് ചാൻസസ് ആണ് ഉള്ളത്. നമ്മൾ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്ത് തന്നെയാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അത്രയും ടെൻഷനും ഇല്ല. അപ്പോൾ ഫുൾ ടൈം ട്രേഡർക്കുള്ളൊരു ബെനിഫിറ്റ് ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കി ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടത്തില്ല, ഞാനീ പറയുന്ന സ്ട്രാറ്റജിയിൽ. അപ്പോൾ ഫുൾ ടൈം നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും മൂവ്മെൻറ്റ് കണ്ടും കണ്ടിന്യൂസ് കുറേ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും പല പല ഷെയറുകളുടെയും മൂവ്മെൻറ്റ് സെയിം രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഷെയറിനകത്ത് ഒരു മൂവ്മെൻറ്റ് കാണുമ്പം നമ്മൾ നേരത്തെ കണ്ടുള്ള ചില ഷെയറിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരും, ആ ഷെയറിനകത്ത് അന്ന് വന്ന ആ ഷെയറിൻ്റെ മൂവ്മെൻ്റ് ആണല്ലോ ഇത് കാണിക്കുന്നത്, അപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസ് ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ലെവലുകൾ നോക്കി ട്രേഡ് എടുക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പിന്നെ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യണം. റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പം ചുമ്മാ ബ്ലൈൻഡായിട്ട് പോയി എൻട്രി ചെയ്ത് 4,000, 5,000 അല്ലെങ്കിൽ 10,000 രൂപ കൊണ്ട് ട്രേഡ് എടുത്തുകൊണ്ട് കളയുന്നതല്ല കാര്യം. നമുക്കിപ്പോൾ ഒരു എൻട്രിയിൽ ഒരു 2,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അടുത്ത എൻട്രിയിൽ നമ്മൾ റിസ്ക് എടുക്കുന്നത് 1,000 രൂപയുടെ റിസ്ക് എടുക്കാവും. 1,000 രൂപയുടെ റിസ്ക് നമ്മുടെ 1,000 ലോസ് ആയെന്ന് വെച്ചോ, ലോസ് ആയെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത ട്രേഡ് ചെയ്യുന്ന ചെറിയ ട്രേഡായിരിക്കണം. അല്ലാതെ ആ 1,000 കവർ ചെയ്യാൻ വേണ്ടി അടുത്തൊരു ഷെയറിൽ പോയി എൻട്രി ചെയ്യുക, അല്ലെങ്കിൽ സെയിം ഷെയറിൽ തന്നെ എൻട്രി ചെയ്യുകയോ ചെയ്ത് നമ്മൾ പിന്നെ ചെയ്ത ചെറിയ 2-3 ട്രേഡ് എടുത്ത് 10, 100, 150, 200 രൂപ വെച്ച് 2-3 ട്രേഡിൽ വീണ്ടും ഇത് കവർ ചെയ്യാൻ ശ്രമിക്കുക. കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിൽ തോന്നിയാൽ സ്റ്റോപ്പ് ചെയ്യുക അന്നത്തെ ദിവസം. അങ്ങനെയൊക്കെ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യണം. അല്ലാതെ ചുമ്മാതെ വന്നിട്ട് ഒരു ഷെയർ എൻട്രി എടുത്തു, 2,000 പ്രോഫിറ്റ് കിട്ടി, അടുത്ത ഷെയർ എടുത്തു, 5,000 ലോസായി, വീണ്ടും അടുത്തത്തെ എടുത്തിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി അടുത്ത ഷെയർ എടുത്തു. നമ്മുടെ മൈൻഡിൽ അന്നേരം വരുന്നത് എന്താ, അയ്യോ 2,000 ആദ്യം കിട്ടിയതാണ്, പിന്നെ അതെല്ലാം പോയി 5,000 രൂപ ലോസായി, അപ്പോൾ അതിനകത്ത് വീണ്ടും നല്ല ചാൻസ് കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റോക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും വീണ്ടും നല്ല ചാൻസ് കിട്ടുന്നു. പക്ഷേ നമ്മളവിടെ പോയി ക്വാണ്ടിറ്റി അടിക്കും, നമുക്ക് പണി കിട്ടും. അപ്പോൾ റിസ്ക് റിവാർഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അടുത്ത ഷെയർ എൻട്രി ചെയ്യുമ്പോൾ 1,000 രൂപയുടെ റിസ്ക് എടുക്കാവും. അങ്ങനെ പിന്നെ 1,000 രൂപ ലോസ് ആയെങ്കിൽ നമ്മൾ ചെറിയ ട്രേഡ് എടുത്ത് പിന്നെ കവർ ചെയ്യാൻ ശ്രമിക്കാവും. 2,000 പ്രോഫിറ്റ് കിട്ടി, 3,000 അടുത്തതിനകത്ത് 1,000 രൂപ പ്രോഫിറ്റ് കിട്ടി, 3,000 ആയെങ്കിൽ നമ്മൾ 1,500 റിസ്ക് നമുക്ക് എടുക്കാം. അങ്ങനെയൊക്കെയാണ് ട്രേഡ് എടുക്കുന്നത്. നമുക്ക് അതൊരു വ്യക്തമായിട്ടുള്ളൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ സ്ട്രാറ്റജി തന്നെ വെച്ചിട്ട് കുറേ ആൾക്കാർ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഫ്രണ്ട്സുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്തിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും മണ്ടയിൽ നല്ല പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.